നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്കൊപ്പം ഓണനാളിൽ അതിഥിയായി പങ്കെടുക്കുന്നത് മുഖവിരകളോ ആമുഖങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ലാത്ത മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പഴയിടം മോഹനൻ നമ്പൂതിരിയാണ്. മോഹനേട്ടൻ്റെ പഴയകാല ഓണം ഓർമ്മകളും സദ്യവട്ടം തയ്യാറാക്കുന്നതിൻ്റെ വിശേഷങ്ങളിലേക്കും നമ്മൾ പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പഴയിടത്തിൻ്റെ ഓണം പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം മോഹനേട്ട. മറ്റൊരു പൊന്നോണം കൂടി വരവായിരിക്കുകയാണ്. അപ്പോൾ മോഹനേട്ടൻ്റെ പഴയകാല ഓണം ഓർമ്മകൾ അതൊന്ന് പങ്കുവയ്ക്കാമോ? ഇപ്പോൾ ഓണം ഒരു ഓർമ്മകളായിട്ടൊന്നും എനിക്ക് അതിന് കാര്യമായിട്ടൊന്നും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ പാചകരംഗത്തേക്ക് വരുന്നത് 87 മുതലാണ്. 2000 മുതലാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. അപ്പോൾ അതിനും അതിലൊരു ഒരു നാട്ടിൻപുറത്ത് സാധാരണ ആൾക്കാരുടെ ഓണം പോലെ തന്നെ ഒരു ഓണസദ്യയും ഒരു ഓണക്കോടിയും അത്യാവശ്യം ചില ഫുട്ബോൾ കളിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതിന് മാത്രമേ എൻ്റെ ഓർമ്മയിലുള്ളൂ. പക്ഷേ പാചകം വന്ന് അതിൻ്റെ അകത്ത് കൂടുതൽ ഇൻവോൾവായി തുടങ്ങിയതോടുകൂടി ആ ഓണം നഷ്ടപ്പെട്ടു. കാരണം പിന്നെ ഈ ഓണക്കാലത്താണല്ലോ നമുക്കൊക്കെ ഏറ്റവും തിരക്ക് വരിക. പലപ്പോഴും വീട്ടുകാരൊക്കെ മിസ് ചെയ്യാറുണ്ട്. പലപ്പോഴും മിസ് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ഒരു സ്ഥലത്തല്ല വേറൊരു സ്ഥലത്തേക്ക് എപ്പോഴും യാത്രയിലായിരിക്കും, അല്ലെങ്കിൽ പാചകത്തിൻ്റെ തിരക്കിലായിരിക്കും. ഓണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നൊരു സമയമാണ്. ഒരു പാചകക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്ന സമയമാണ്. ചിങ്ങമാസം തുടങ്ങുമ്പോൾ തുടങ്ങും ആ ഒരു തിരക്കില്ല. പൂറ് ഇറക്കാനും അല്ലെങ്കിൽ പൂ പറിക്കാനും ഒക്കെ ആയി പറമ്പിലേക്ക് പോവുകയും സദ്യവട്ടം ഒരുക്കാൻ വേണ്ടി വളരെ പാരമ്പര്യമായിട്ടുള്ള രീതിയിൽ ഇല മുറിക്കാനും ഒപ്പം സദ്യവട്ടം തയ്യാറാക്കാനും ഒക്കെയുള്ള സാധനങ്ങൾ ശേഖരിക്കാനും ഒക്കെ തന്നെ പോവുകയും ഒക്കെ തന്നെ ചെയ്യുന്ന തന്നെ പാരമ്പര്യമായിട്ടുള്ളൊരു ഓണമാണല്ലോ. പക്ഷെ അതിൽ നിന്നൊക്കെ തന്നെയും മാറി, ആ ട്രഡീഷണൽ സങ്കല്പം ഒക്കെ തന്നെയും മാറി. ഇപ്പോൾ ഒരു കാറ്ററിംഗ് ഓണം അല്ലെങ്കിൽ ഒരു റെഡിമെയ്ഡ് ഓണം എന്നൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിപ്പോൾ ഈ കാലം അഡ്വാൻസ്ഡ് ആവുന്ന ആൾക്കാർക്ക് സ്പീഡ് കൂടുകയാണ്. അപ്പോൾ ഏറ്റവും സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ആൾക്കാരെ ഏൽപ്പിക്കുക. കാരണം എല്ലാവരും ഒന്നാമത് ന്യൂക്ലിയർ ഫാമിലിയാണ്. കുട്ടികളൊക്കെ 1-2 മാത്രമേ എല്ലാ ഫാമിലിയിലുള്ളൂ. പണ്ടങ്ങനെയല്ലോ, കുട്ടികൾ ധാരാളം ഉണ്ടായിരുന്നു. അവർ പൂക്കൾ പറിക്കാനോ ഇത്തരം കാര്യങ്ങൾക്ക് കൊണ്ട് അവർ കുറേ ഓടി നടക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് എല്ലാം ഏതെങ്കിലും കടകളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഒരു ഒപ്പിക്കൽ പരിപാടിയാണ് ഓണം. ഇവൻ ഓണത്തപ്പനെ പോലെ ഇൻസ്റ്റൻ്റായിട്ട് കഴിഞ്ഞത് ഞാൻ കൊണ്ട് കാറ്റടിച്ച് വീർക്കുന്ന ഒരു ഓണത്തപ്പൻ അത് നമ്മുടെ ചിന്തയിൽ പോലും വന്നിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അതെല്ലാം ഒരു ഇൻസ്റ്റൻ്റ് രീതിയിലേക്ക് മാറുകയും, പക്ഷേ നമ്മളതിനോട് യൂസ്ഡായി എല്ലാ ആൾക്കാരും ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മളും അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നു. അതുപോലെ സദ്യ നേരത്തെ വീടുകളിൽ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും കാറ്ററിംഗ് അടുത്ത് അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഒരു ചെറിയ ടൗൺ ആണെങ്കിൽ പോലും ഒരു 8-10 കാറ്ററിംഗ് ആരെങ്കിലും അല്ലെങ്കിൽ സ്ഥലങ്ങളെങ്കിലും കാണും ഓണ സദ്യ കിട്ടുന്ന സ്ഥലങ്ങൾ. ആരെങ്കിലും ഒരാളെ സമീപിച്ചിട്ട് സദ്യ മേടിക്കുന്ന, അവരവർ വാങ്ങുന്ന ആൾക്കാർ റിലാക്സ്ഡ് ആവുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഓരോരോ ജോലികളിലേക്ക് മറങ്ങുന്നു. അതിലപ്പുറത്തേക്ക് ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല. ഇത് അതിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് കുറയുന്നു. ഓണത്തിൻ്റെ അന്ന് കഴിച്ചു കൂട്ടി പോകുക എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം അതിന് കേരളത്തിന് വെളിയിലാണ് കൂടുതൽ. കേരളത്തിന് വെളിയിൽ ഇപ്പോൾ ഇന്ത്യക്ക് വെളിയെന്ന് ഞാൻ പറയുന്നില്ല, കേരളത്തിന് വെളിയിൽ ഇപ്പോൾ തമിഴ്നാട്ടിലായാലും ബാംഗ്ലൂരായാലും കഴിഞ്ഞ ദിവസം ഞങ്ങളിപ്പോൾ തന്നെ ഈ വർഷം തന്നെ ഞങ്ങൾ 8 സ്റ്റേറ്റിലൂടെ ഞങ്ങൾ പോയിട്ടുണ്ട് ഓണാഘോഷത്തിന് സദ്യ ഒരുക്കാൻ വേണ്ടി തന്നെ. അവിടെയൊക്കെ ഭയങ്കര ആർപ്പും വിളിയും പൂവിളിയും ലഹളം മകളും ജഗമകം പരിപാടിയാണ്. ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാണ്ടൊക്കെ ഇൻസ്റ്റൻറ്റ് അത്തപ്പൂക്കളത്തിലേക്കും അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് സദ്യയിലേക്കും ഒക്കെ തന്നെ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പഴയകാല പ്രതാപം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു വിചാരമുണ്ടോ? അല്ല, പഴയകാല പ്രതാപം എന്ന് പറയുന്നില്ല, അതൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് പഴയ ഒരു ഓണം എന്ന് പറയുന്നത്. അത് പോയി കഴിഞ്ഞു. അതിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അന്ന് കുറച്ചുകൂടി ആൾക്കാർ ഇൻവോൾവ് ആയിരുന്നു അതിൻ്റെ അകത്ത് ആ ഓണത്തിൽ. ഇപ്പോൾ ഇൻവോൾവ് അല്ല. അന്നത്തെ ദിവസം എങ്ങനെയും കഴിച്ചു കൂട്ടിയിട്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ ആൾക്കാർക്ക്. തെറ്റ് പറയേണ്ട കാര്യമില്ല. എല്ലാവരും ജീവിക്കാനുള്ള കഷ്ടപ്പാട്, ജോലിയുടെ തിരക്ക്, ഒരു ദിവസം ഒരു ഒഴിവ് കിട്ടുന്ന ദിവസം ആരുടെയെങ്കിലും സ്ഥലത്ത് നിന്ന് ഒരു ഊണ് വാങ്ങി വെച്ച് കഴിച്ച് അവർ റിലാക്സ്ഡ് അവസരം കഴിക്കുമ്പോൾ നമ്മൾ ആരും തെറ്റ് പറയാൻ പാടില്ല. അവരത്രമാത്രം ബിസി ആയതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ മാറിപ്പോകുന്നത്. ഞാൻ എൻ്റെ മനസ്സിലെ കുഞ്ഞുനാളിലെ ഓണത്തിൻ്റെ ഒരു പ്രതീതി എന്ന് പറഞ്ഞാൽ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നീട് 10 ദിവസം അവധിയാണ്. പിന്നീട് നമ്മൾ ഊഞ്ഞാലാടുന്നു, വീട്ടുകാർക്കൊപ്പം കുടുംബക്കാർക്കൊപ്പം ഒക്കെ ഇരുന്ന് സദ്യ കഴിക്കുന്നു. അതിനുശേഷം വൈകുന്നേരം ഓണക്കളികളിലേക്ക് മാറുന്നു.
അത്തരം ക്ലബ്ബുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിലേക്ക് കടക്കുന്നു. അതിനുശേഷം എല്ലാവരും ഒത്തൊരുമിച്ച് നൃത്തം ചെയ്യുന്നു. അങ്ങനെ ഒരു കളർഫുൾ ഓണമായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ആളുകളൊക്കെ തന്നെയും വീടുകളിൽ ഒതുങ്ങിക്കൂടി അവരുടേതായിട്ടുള്ള ഒരു, ഇപ്പോൾ അച്ഛനും അമ്മയും മകനും അല്ലെങ്കിൽ മകളുമൊക്കെ ആണെങ്കിൽ അവരുടെ ഫാമിലി മാത്രമായി അങ്ങനെ ഓണം ആഘോഷിക്കുന്ന തരത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? അതിപ്പോൾ അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് വീടുകളിൽ ആൾക്കാർ കുറവാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു യങ്ങർ ജനറേഷൻ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വെളിയിലായിരിക്കും ചെയ്യുക. ഓണക്കാലത്താണ് അവർ ജസ്റ്റ് ഒന്ന് വീട്ടിൽ വരിക. ജസ്റ്റ് അച്ഛനോടും അമ്മയ്ക്ക് അതും പകുതി ആൾക്കാർ ഇപ്പോൾ എത്താറുമില്ല. എങ്കിൽ അവർ ഓടി വന്നിട്ട് ആ ഒരു ഒന്നിച്ചിരുന്നൊരു ഓണം ആഘോഷിക്കുമ്പോൾ എവിടെന്നെങ്കിലും ഊണൊക്കെ വാങ്ങി വന്ന് കഴിച്ചിട്ട് പോകുന്നു. അത് ഈ ഓണത്തിലേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരവിനും പോക്കിനും അപ്പുറത്ത്. അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്, ഇതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കുറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടിയൊരു സമയം അത് അങ്ങനെ ആയിട്ട് മാറുന്നത് അങ്ങനെ ആയി മാറിക്കഴിഞ്ഞു. ഞാൻ മറ്റൊരു രീതിയിലേക്കൊന്നും വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. പണ്ടത്തെ ഓർമ്മകളൊക്കെ നല്ല രസമുള്ള ഓർമ്മകളാണ്. നിങ്ങൾ ഇപ്പോൾ ആ പുത്തൻ കിട്ടുന്നതിൻ്റെ ഒരു ആഘോഷം, 10 ദിവസത്തെ അവധിയുടെ ആഘോഷം, വീട്ടിലുണ്ടാക്കുന്ന സദ്യ, പപ്പടം കാച്ചുന്ന മണം. ഇപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, പപ്പടം കാച്ചുന്ന മണം ഏതെങ്കിലും വീട്ടിൽ കിട്ടുമോ? അപ്പോൾ ഒന്നുമില്ല, എല്ലാം പാക്ക് ചെയ്ത് തരുന്ന സമയത്ത്. അപ്പോൾ ഈ പാചകത്തിൻ്റെ തിരക്കിൽ നിൽക്കുന്നത് കൊണ്ട് കുടുംബസമേതം പല ഓണങ്ങളിലും അല്ലെങ്കിൽ ഓണാഘോഷങ്ങളിലും ഒക്കെ തന്നെ പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടോ? കാരണം വീട്ടിൽ ഫാമിലിക്കൊപ്പം സ്പെൻഡ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ? അതോ അവർ ഇത് അഡ്ജസ്റ്റബിൾ ആണോ? കഴിഞ്ഞ 15-18 വർഷമായിട്ട് ഓണം ആഘോഷിച്ചിട്ടേ ഇല്ല എന്നാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും, ഏതെങ്കിലും സ്ഥലത്ത് പെട്ടുപോകാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇത്തവണ നമ്മളിവിടെ തിരുവനന്തപുരത്താണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓണക്കാലത്ത് ഇവിടെ ആയിരിക്കും. അങ്ങനെയാണ് വീട്ടിലെ വീട്ടോണമൊക്കെ പോയി കഴിഞ്ഞു. അപ്പം ഞാനെന്ന് വീട്ടിലുണ്ട് അന്ന് ഓണമാണ്. അങ്ങനെയാണ്. ഇപ്പോൾ ഓണത്തിന് ആ ഒരു പർട്ടിക്കുലർ ദിവസം നടക്കില്ല. തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഒരുക്കങ്ങൾ, മറ്റ് സദ്യയൊക്കെ തന്നെ എങ്ങനെയാണ്? ഇവിടെ തിരുവനന്തപുരം ശരിക്കൊരു ഫുഡ് ഹബ്ബ് തന്നെയാണ്. അപ്പോൾ പിന്നെ അവർ ഭക്ഷണം നല്ലോണം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഊണിനകത്ത് നല്ലോണം വിഭവങ്ങൾ വേണ്ട ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിഭവങ്ങൾ സദ്യയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്. അതുപോലെ തന്നെ ഈ ബോളിയൊക്കെ നമ്മൾ വാങ്ങുന്നില്ല, എല്ലാം ഇവിടെ തന്നെ ലൈവ് ഉണ്ടാക്കാം. എല്ലാം തന്നെ ലൈവ് ഉണ്ടാക്കി കൊടുക്കണം. ഇത് ശരിക്കും ഇതൊരു ദോശ ഹബ്ബാണ് ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നത്. അല്ലാണ്ടുള്ള സമയങ്ങൾ. കാരണം നമ്മൾ 100 വെറൈറ്റി ദോശയാണ് ഇവിടെ കൊടുക്കുന്നത്. അത് പനീർ, ചീസ്, മറ്റേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിൻ്റെ അത്. വെജിറ്റബിൾസ് മിക്സ്, വെജിറ്റബിൾ എല്ലാം സംഭവം. മാത്രമല്ല അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ചാർക്കോൾ കല്ലാണ്. മറ്റുള്ള കല്ല് പോലെ അല്ല, ചാർക്കോൾ കത്തിച്ചിട്ടുള്ള കല്ലാണ്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റിയാണ്, സ്ലോ കുക്കിംഗാണ്. അപ്പോൾ ദോശ ഹബ്ബ് തന്നെ ആണെങ്കിൽ കൂടി സദ്യക്ക് സ്പെഷ്യാലിറ്റി തിരുവനന്തപുരംകാർക്കുണ്ടല്ലോ. അതുപോലെ തന്നെ പരമാവധി സാറ്റിസ്ഫൈ ചെയ്യാവുന്ന രീതിക്കുള്ള ഒരു മെനു ആണ് നമ്മളിവിടെ ക്രമീകരിച്ചത്. മോനേട്ടൻ ഒരുക്കുന്ന ഓണസദ്യയ്ക്ക് എത്ര വിഭവങ്ങളുണ്ടാവും സാധാരണഗതിയിൽ? പായസം ഉൾപ്പെടെ 28 ഐറ്റം ഉണ്ടാവും. കല്യാണ സദ്യക്കും കല്യാണ സദ്യ അങ്ങനെ കല്യാണ സദ്യ നോർമൽ മെനു എന്ന് പറഞ്ഞാൽ 21 ഐറ്റമാണ്. പിന്നെ ഒരു പ്രീമിയത്തിലേക്ക് പോകുമ്പോഴത്തെ 52 ഐറ്റം വരും. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യണം. ഓരോ വെറൈറ്റി ക്ലാസ് ഉണ്ടല്ലേ, പ്രീമിയം സ്റ്റാൻഡേർഡ്. അതുണ്ട്. അതിപ്പോൾ കാരണം എല്ലാവരും ഒരുപോലെ സ്പെയർ ചെയ്യാൻ തയ്യാറാവില്ല. ചില ആൾക്കാർക്ക് നല്ലോണം വേണം. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കൂടുതൽ ഫുഡ് കൊടുക്കും. പിന്നെ മാത്രമല്ല 2 മെനുവിൻ്റെ അകത്തുനിന്ന് സെലക്ട് ചെയ്തിട്ട് അവരുടെ ഒരു കോംബോ അവർക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. നമ്മൾ കൊടുക്കുന്നുണ്ട്. മോനെ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്തുമോ പ്രേക്ഷകർക്ക് വേണ്ടി? എൻ്റെ ഫാമിലി വൈഫ് ശാലിനി, മോൻ യദു, മോൾ മാളവിക. യദുവിൻ്റെ ഭാര്യ അമൃത, ഒരു പേരക്കുട്ടിയുണ്ട് ധന്യൻ. മാളവികയുടെ അല്ലെങ്കിൽ എൻ്റെ മാളവിക വിവാഹം കഴിച്ചിരുന്ന എൻ്റെ മരുമകൻ മിഥുൻ. അവൾക്ക് ഇരട്ടക്കുട്ടികളാണ്. ഞങ്ങൾ വേറൊരു അച്ഛനമ്മയൊക്കെ നേരത്തെ തന്നെ മരിച്ചു. അത് മാത്രമല്ല മോനേട്ടാ, അത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു, ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തതാണല്ലോ, നമ്മുടെ ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ യദു ഉണ്ടാവും, യദുവിനൊപ്പം തന്നെ മോനേട്ടനും ഉണ്ടാവും. നമ്മൾ 3 പേരും ചേർന്നുള്ളൊരു ഇൻട്രാക്ഷൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് യദു പറഞ്ഞത്. യദുവിന് പെട്ടെന്ന് കൊച്ചിയിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ള കാര്യം. ഹൈക്കോർട്ടിലൊരു പ്രോഗ്രാമാണ്, കുറച്ച് ടെൻഷൻ പിടിച്ച സ്ഥലമാണ്. അത് കാരണം അവൻ തന്നെ പോകുന്നുണ്ട് പോയിരിക്കും. അപ്പോൾ ഞാനിങ്ങോട്ട് പോകുന്നു. അതുമാത്രമല്ല, നമ്മുടെ പഴയടം രുചിയുടെ എല്ലാ തരം വിഭവങ്ങളും യദുവിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും യദുവിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിലൂടെയും പ്രേക്ഷകർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയും ഒരു സ്വീകാര്യത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പഴയടം രുചിക്ക് ഓരോ വർഷം കഴിയും തോറും. അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു വെജിറ്റേറിയൻ സദ്യ പരമാവധി കൊടുക്കാവുന്ന രീതിക്ക് അതിൻ്റെ എല്ലാ വിഭവങ്ങളിലും എല്ലാവരിലും എത്തിക്കാവുന്ന രീതിക്ക്, അതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ആണെങ്കിലും യൂട്യൂബിലൂടെ ആണെങ്കിലും നമ്മളെ റെസ്റ്റോറൻറ്റ്സ് വഴിയാണെങ്കിലും
ഫുഡ് വെജിറ്റേറിയൻ ഫുഡ് ഇതാണെന്നാണ്. കാരണം വെജിറ്റേറിയൻ സദ്യക്ക് ഇംപ്രവൈസേഷൻസിനുള്ള സാധ്യത വളരെ കുറവാണ്. അതൊരു കൺവെൻഷണൽ രീതിക്ക് പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതല്ല, വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ നോൺ വെജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈറ്റിൽസ് ഉണ്ട്. വെജിറ്റേറിയൻ്റെ അകത്ത് അത്രമാത്രം ടൈറ്റിൽ ഉണ്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനെക്കുറിച്ചൊരു അതിൻ്റെ കാര്യങ്ങൾ ആൾക്കാരൊന്ന് ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യുക എന്നൊരു ചുമതല കൂടിയുണ്ട് ഈ റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ചെയ്യുന്നതിലൂടെ. ഒരുപാട് മനുഷ്യർക്ക് ഭക്ഷണം വിളമ്പുന്ന മനുഷ്യനാണ് നിങ്ങൾ മോനേട്ടൻ. അപ്പോൾ മോനേട്ടനൊരു ഭക്ഷണപ്രിയനാണോ? അങ്ങനെയൊന്നുമില്ല. കാരണം ഉച്ചയ്ക്ക് ഊണ് വളരെ റെയറാണ്. ഈ പാചകം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഊണ് കഴിക്കാൻ സമയം കിട്ടാറില്ല. ഡീഹൈഡ്രേഷൻ കൂടും. വെള്ളം കുടിച്ച് നിൽക്കും. വൈകുന്നേരം ആയിരിക്കും എന്തെങ്കിലും കഴിക്കുക. എല്ലാ കലോത്സവങ്ങളിലും, സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ടെൻഷൻ കൂടുമ്പോൾ ഡീഹൈഡ്രേഷൻ കൂടും. അപ്പോൾ പിന്നെ വെള്ളം കുടിക്കും. അപ്പോൾ ഏതെങ്കിലും സമയത്ത് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും എടുത്ത് കഴിക്കാമെന്നുള്ളതല്ലാണ്ട് ഭക്ഷണത്തിനോട് അതിന് അമിതമായ ഒരു ആസക്തി അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കും. മറ്റുള്ളവർക്ക് വിളമ്പുന്നതാണ് നമ്മുടെ കൊടുക്കുന്നതിലാണ് സന്തോഷം. ഓണം ഘോഷിക്കാൻ സാധാരണഗതിയിൽ പറ്റാറില്ല എന്നുള്ള കാര്യം പറഞ്ഞു. കാരണം സദ്യവട്ടങ്ങളൊക്കെ തയ്യാറാക്കുന്ന തിരക്കിലും അല്ലെങ്കിൽ ഓരോ ഓണങ്ങളും ഓരോ സ്ഥലങ്ങളിലൊക്കെ തന്നെ ആകാറുള്ളതാണല്ലോ പതിവ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നീട് കുടുംബമായിട്ട് ഒത്തുകൂടും. എങ്ങനെയാണ് അത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പ്രശ്നം, ഈ മിഡിൽ ഈസ്റ്റിലെല്ലാം ഓണം എല്ലാവരും ഓണത്തിന് നാട്ടിൽ വരും. എന്നിട്ട് ഓണം കഴിഞ്ഞ് പോയിട്ടാണ് മിഡിൽ ഈസ്റ്റിലെ എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ഓണാഘോഷം. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടാവും. അപ്പോൾ മസ്കറ്റ്, ഒമാൻ, ബഹ്റിൻ, കുവൈറ്റ്, ദുബായ്, അങ്ങനെയല്ല. അപ്പോൾ ചാടി പോവാ. ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച അടുത്ത സ്ഥലത്ത്, പിന്നത്തെ വെള്ളിയാഴ്ച അടുത്ത സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഓണം കഴിഞ്ഞാലും ഒരു മാസക്കാലത്തേക്ക് എന്തായാലും വീട്ടിലുണ്ടാവാറില്ല. ഈ പഴയടം രുചി എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് ഓണസദ്യകൾ തയ്യാറാക്കാറുണ്ട് സാധാരണഗതിയിൽ, അതെനിക്കറിയാം. പിന്നീട് ഈ കലോത്സവങ്ങളിൽ സദ്യ ഉണ്ടാകാറുണ്ട്. പിന്നീട് മറ്റു വരുന്ന ഓർഡറുകളും കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ കിട്ടാറുമുണ്ട്. അവർക്കൊക്കെ തന്നെയും ഭക്ഷണം വിളമ്പാറുമുണ്ട്. ഈ സദ്യയാണോ കൂടുതൽ തയ്യാറാക്കുന്നത്, അതോ മറ്റ് വിഭവങ്ങൾ കൂടി തയ്യാറാക്കാറുണ്ടോ? ഇല്ല, സദ്യയ്ക്ക് മീൽസിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഏത് മറ്റ് വിഭവങ്ങളിലേക്ക്. ഇപ്പോൾ ഈവനിങ് ടീ പാർട്ടികൾ, ബാച്ചലർ പാർട്ടികളായാലും കല്യാണത്തല്ലെന്നുള്ള പാർട്ടികളായാലും അതിൻ്റെ അകത്ത് പരമാവധി വെറൈറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു കാര്യം. അതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് റെസ്റ്റോറൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തത്. സദ്യയ്ക്ക് ഞാൻ പറയുന്നത്, സദ്യയ്ക്ക് കൂടുതൽ സ്കോപ്പ് കുറവാണ്. അതുകൊണ്ട് മറ്റ് ഐറ്റംസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള റെസ്റ്റോറൻറ്റിൻ്റെ ചെയിൻ സ്റ്റാർട്ട്. അപ്പോൾ ഈ ഈവനിങ് പാർട്ടികൾ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഐറ്റംസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഒരു മെനു തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം. വെജിറ്റബിൾ ടേബിൾസിൽ കൊടുക്കാവുന്ന ഒരുപാട് ഐറ്റംസ് ഇതിൻ്റെ തന്നെ. മോനേട്ടന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? സദ്യ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും വിഭവങ്ങൾ? ഞാൻ അങ്ങനെയില്ല. ഞാൻ ഊണ് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. രാത്രിയിലായാലും എപ്പോഴായാലും ഊണ് കഴിക്കാൻ കുറച്ച് മതി. അതിനുള്ള അവസരം നമ്മൾ ഒഴിവാക്കാറില്ല. പിന്നെ ഇഷ്ടപ്പെട്ട വിഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാം ഇഷ്ടമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ട്രെയിനെടുത്ത് ഉണ്ടാക്കേണ്ട 2 വിഭവങ്ങളാണ്. ഒന്ന് പഴപ്രഥമനും, ഒന്ന് പാലടയും. കാരണം അത് കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനോട് അത്തരം സമയമെടുത്ത് ചെയ്യുന്നൊരു സാധനമായിരുന്നു. അതിനോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം. അത്രേ ഉള്ളൂ. എല്ലാ വിഭവങ്ങളും ഇഷ്ടമാണ്. പക്ഷേ അതിനൊരു പ്രത്യേക ഇഷ്ടം തോന്നാറില്ല. അപ്പോൾ ഇത്രയും വർഷമായി നമ്മൾ ഈ ഒരു പാചക ഫീൽഡിൽ എന്താണ് മനസ്സിലെ ഇനിയുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം? 37 വർഷമായിട്ട് 1987 മുതൽ പാചകം തുടങ്ങണം. 37 ഇയേഴ്സ് ഒരു സമയം നല്ലൊരു ടൈം ഗ്യാപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ കാലത്തിനിടയ്ക്ക് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ പ്രമുഖർക്കും ഭക്ഷണം, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് പോലും, ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പോലും നമുക്ക് ഭക്ഷണം കൊടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ആ ഭാഗ്യം, അതിൻ്റെ ഒരു ഓർമ്മകൾ ഇങ്ങനെ അങ്ങ് പോകും. മെഗാ ഇവൻ്റ് നോക്കുകയാണെങ്കിൽ കണ്ടമാനം ആൾക്കാർക്ക് ഒരു ദിവസം 50,000-75,000 പേർക്ക് വരെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടുതലൊന്നും പോകാനൊന്നുമില്ല. അപ്പോൾ ഇതങ്ങോട്ട് പരമാവധി ആസ്വദിച്ചിട്ട് ഇതിനോടൊപ്പം പോകുക എന്നുള്ളത് മാത്രമേ. ഈ പഴയടം രുചി എന്നുള്ളൊരു കൺസെപ്റ്റ് തുടങ്ങുന്നത് മോനേട്ടൻ തന്നെയാണോ, അതോ മോനേട്ടനും ഇതുമായിട്ട് നിങ്ങളെ ഫാമിലിയായിട്ടൊക്കെ ആലോചിച്ചിട്ടാണോ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്? എല്ലാവരും കൂടി ആലോചിച്ചിട്ട്. കാരണം ഒരു പഴയടം എന്നുള്ളൊരു ഫാമിലി നെയിമാണല്ലോ. അപ്പോൾ അതിനോട് അറ്റാച്ച് ചെയ്തൊരു പേര് രുചി, അത് നമ്മുടെ ഒരു രുചി കുറച്ച് സ്പെഷ്യലാണെന്ന് നമുക്കൊരു ധാരണയാണ്. അപ്പോൾ അത് ആ പേരിൽ തന്നെ ആളുകളിലേക്ക് എത്തട്ടെ എന്നുള്ള സങ്കല്പത്തിലാണ് പഴയടം രുചി എന്ന് പറയും തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് തിരുവനന്തപുരത്ത് എത്രാമത്തെ? തിരുവനന്തപുരത്ത് നാലാമത്തെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ 5ാമത്തെ പറഞ്ഞാൽ ഒക്ടോബറിൽ ഫസ്റ്റ് വീക്ക് ഓർ സെക്കൻഡ് വീക്ക് പാലായിൽ ഓപ്പൺ ആവും. പാലായിൽ. അടുത്ത പ്രോജക്റ്റ് പിന്നെ കോഴിക്കോടാണ്. അത് ഡിസംബർ ആവും. അപ്പോൾ കേരളത്തിലൊരു ഒരു 2 വർഷങ്ങൾ കൊണ്ട് ഒരു 12 റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യണമെന്നേ ഉള്ളൂ. 2 വർഷം കൊണ്ട് ചെറുതില്ല. പതുക്കെ എല്ലാ സ്ഥലത്തും നമ്മൾ റെപ്രസെൻറ്റേഷൻ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ്, ഒരു അഹങ്കാരം.
മാത്രമല്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ കേരളത്തിലെ വെജിറ്റേറിയൻ വിഭവങ്ങളുടെ ബ്രാൻഡ് അംബാസഡർമാരായി മാറിയിരിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള റെസ്റ്റോറൻറ്റ്സാണ്. അപ്പോൾ ഇതിന് പൊതുവെ കുറച്ചൊക്കെ ഒരു തമിഴ് കൾച്ചറുണ്ട്. കേരളത്തിൻ്റെതായ ഒരു ജെന്യൂൻ കൺസെപ്റ്റ് ഉണ്ട് ഭക്ഷണത്തിനല്ല. അപ്പോൾ അത് ആൾക്കാരെ ഒന്ന് ബോധ്യപ്പെടുത്താനും കൂടി കേരളത്തിൻ്റെതായ ഒരു രുചി, പഴയ രുചി, അത് അങ്ങനെ ആവണമെന്നൊരാഗ്രഹമുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അത്ര ഞങ്ങൾക്ക് പറയാനുണ്ട് നിങ്ങളോടൊക്കെ. അപ്പോൾ കേരളത്തിൽ കംപ്ലീറ്റ് ആയ ശേഷം മറ്റ് സ്റ്റേറ്റുകളിലേക്കും തുടർന്ന് വിദേശ രാജ്യങ്ങളിലേക്കും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അത്ര വലിയ മോഹങ്ങൾ. പക്ഷേ കേരളത്തിൽ എല്ലായിടത്തും അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വേണമെന്നൊരു ആഗ്രഹമുണ്ട്, അത്രയുണ്ട്. അല്ല, ഓണം ഇപ്പോൾ നമുക്ക് വളരെ പറഞ്ഞല്ലോ ഗൃഹാതിർത്തം നടത്തുന്നൊരു ഓർമ്മയാണ്. പക്ഷേ അതിപ്പോൾ കൂടുതലും മറ്റുള്ള കേരളത്തിന് വെളിയിലുള്ള ആൾക്കാരാണ് കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. കേരളത്തിലെ ആൾക്കാർ ഓണം ആഘോഷിക്കുന്നുണ്ടെങ്കിലും സെലിബ്രേഷൻ എന്നുള്ള രീതിയിലേക്ക് മാറുന്നത് കേരളത്തിന് വെളിയിലാണ്. അപ്പോൾ പരമാവധി നമ്മൾ അവരുടെ സ്ഥലത്ത് പല സ്ഥലങ്ങളിലും അവരോടൊപ്പം ഒത്തുചേരാനുള്ള അവസരം കിട്ടാറുണ്ട്. പാചകം എന്നതിലുപരി മറ്റ് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ എന്താ? ഒന്നുമില്ല. പാചകത്തിന് തന്നെ നമുക്ക് സമയമില്ല. ഇപ്പോൾ പാചകം കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉറക്കമാണ്. അതിന് കാരണം ഈ പലപ്പോഴും ഉറങ്ങാൻ പറ്റാറില്ല, കുറവാണ്. ഒരു 12 മുതൽ 2 വരെയൊക്കെ ജോലിയുള്ള ദിവസങ്ങളിലെല്ലാം ഉറങ്ങാറുണ്ട്. അപ്പോൾ അത് എപ്പോഴെങ്കിലും കോമ്പൻസേറ്റ് ചെയ്യപ്പെടേണ്ടതുള്ളത് കൊണ്ട് പിന്നെ സമയം കിട്ടിയാൽ കുറച്ച് നേരം വായിക്കും, അതിലപ്പുറത്തേക്കൊന്നുമില്ല. സംഗീതം കേൾക്കുകയോ പാട്ട് കേൾക്കുകയോ അങ്ങനെ സമയം ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നടക്കില്ല, അതങ്ങനെ ഒരു ഹാബിറ്റിലല്ല. ഈ പലപ്പോഴും സദ്യയൊക്കെ തയ്യാറാക്കുന്നത് രാത്രി വൈകിയും അർദ്ധരാത്രിയും പുലർച്ചെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഉറക്കം എങ്ങനെയാണ് എല്ലാ ദിവസങ്ങളിലും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? മിക്കവാറും ഒക്കെ ഉറക്കമൊക്കെ ഉണ്ടാവുക. അത് ഈ ഉറക്കുളയ്ക്ക് പ്രശ്നമാണ്. കാരണം അറിയാലോ, കലോത്സവം 7 ദിവസം 8 ദിവസം നമ്മൾ ഒരുപോലെ 24 മണിക്കൂർ നിൽക്കുന്നതാണല്ലോ. ഇതങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരിക്കലൊരു സമയത്ത് നമുക്കൊരു ഒഴിവ് കിട്ടുന്ന ദിവസം നല്ലോണം ഉറങ്ങും. പകലായാലും ഉറങ്ങേണ്ട, അതിന് പിന്നെ സമയമൊന്നുമില്ല. അങ്ങനെ ഒരു കോമ്പൻസേറ്റ് ചെയ്യാത്തുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ഒരു രഹസ്യം, അതാണല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഓവർ വെയിറ്റ് ഇല്ല, ഓവർ ഫാറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ശാരീരികമായിട്ടുള്ള മറ്റ് അസ്വസ്ഥതകളൊന്നും കാര്യമായിട്ടില്ല. ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, അത്ര സംഭവം. പ്രായം വെറും നമ്പറല്ല. പ്രായം നമ്പറിന് മാത്രമല്ല, പ്രായമായിട്ടാണ്. ഇപ്പോൾ 67 വയസ്സ് കഴിഞ്ഞു, 68ലേക്ക് എത്താൻ പോകുന്നു. പിന്നെ പ്രായം ഉണ്ട്, നല്ലോണം ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മളിങ്ങനെ ഒരു ബോഡി ലാംഗ്വേജ് ആയ കാരണം ഇതിന് വലിയ പ്രശ്നമില്ലാണ്ട് കൊണ്ട് നടക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് 3 വയസ്സുണ്ട്. മറ്റുള്ള സ്ഥലത്തൊക്കെ 1 വയസ്സേ ഉള്ളൂ. അത്രയും ആൾക്കാർ തിരുവനന്തപുരത്തുകാർ ചോറ്, പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി എല്ലാം ആ രീതിക്കാണ് എല്ലാം പോകുന്നത്. സദ്യ പായസത്തിൻ്റെ ആണെങ്കിൽ തിരുവനന്തപുരത്ത് കൂടുതലാണ്, മറ്റുള്ള സ്ഥലത്ത് അത്രയില്ല. സദ്യയുടെ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ അതിപ്പോൾ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു രീതിയും മധ്യ കേരളം കടന്ന് വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു രീതിയൊക്കെയാണ്. അതെങ്ങനെയാണ് അത് ബാലൻസ് ചെയ്ത് പോകുന്നത്? അല്ല, തെക്കൻ കേരളത്തിൽ ഇപ്പോൾ പരിപ്പ് ചോറിൽ പരിപ്പ് ഒഴിച്ച് നെയ്യ് ചേർത്ത് പപ്പടം ചേർത്താണ് ആദ്യം ഊണ് കഴിക്കുന്നത്. ചിലപ്പോൾ 2ാമത് വരെ പരിപ്പ് മേടിക്കും. വടക്കൻ കേരളത്തിൽ ഇലയുടെ അരികിൽ ഒരു ചെറിയ അച്ചാർ പോലെ ശകലം പടം പോലുള്ളൊരു സ്പൂൺ പരിപ്പിനോട് റോളേ ഇല്ല. തെക്കൻ കേരളത്തിൽ തിന്ന സാമ്പാർ നമ്മുടെ ഇവിടുത്തെ സാമ്പാർ സബ്ജി പോലെ വിഭവങ്ങൾ, അതായത് കഷണങ്ങൾ കൂടുതലാണ് തെക്കൻ കേരളത്തിൽ. വടക്കോട്ട് വറുത്തരച്ച സാമ്പാറാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൊഴുപ്പ് തന്നെ ഉള്ളപ്പോൾ കഷ്ണങ്ങൾ കുറവ് മതി. വെണ്ടയ്ക്ക അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക അല്ലെങ്കിൽ കുറച്ച് കഷ്ണങ്ങൾ ഇട്ടിട്ടുള്ള സാമ്പാറാണ് വടക്കൻ കേരളത്തിൽ. സാമ്പാറിൻ്റെ രീതി അതൊക്കെയാണ്. പുളിശ്ശേരി ഇവിടെ കുറച്ച് നീണ്ട പുളിശ്ശേരി എന്ന് പറയാം, മോര് ശകലം നീണ്ടിരിക്കുന്നത്. വടക്ക് കുറുക്കുകളിലാണ്, അത് സ്പൂണിന് കൊണ്ട് ഇലയുടെ അരിയിലാണ്. പക്ഷേ ഞങ്ങൾ തിരുവിതാംകൂർ കോട്ടയംകാർക്ക് കട്ടിക്കളെന്ന് പറഞ്ഞിട്ട് കയ്യിൽ വെച്ച് കഴിക്കാവുന്ന രീതി. ഇതിൻ്റെ വടക്കൻ കേരളത്തിനും തെക്കൻ കേരളത്തിനും നടുക്കടക്കുന്ന കാരണം ഞങ്ങൾ ഇത് രണ്ടും കൊണ്ട് കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ രീതിക്കാണ് നമ്മുടെ വിഭവങ്ങളെല്ലാം പോകുന്നത്. വിഭവങ്ങളുടെ പേരിലും അത്തരം വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണല്ലേ? വിഭവങ്ങളുടെ പേരിൽ വ്യത്യാസമുണ്ട്, ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തതയുണ്ട്. ഇപ്പോൾ പുളിയിഞ്ചി, വടക്കോട്ടുള്ള പുളിയിഞ്ചി ഇഞ്ചി കൊത്തിയായിരിക്കിട്ട് നല്ല മധുരമുണ്ട്. ഇവിടെ മധുരം വേണ്ട. ഇവിടെ കൊല്ലത്ത് തന്നെ ഇഞ്ചിക്കറിയായിട്ട് തന്നെ മതി, ഒട്ടും മധുരം വേണ്ട. ഇവിടെ പിന്നെ വളരെ സ്ലോയിലായിട്ട് ഇവിടെ മധുരം ഉണ്ടാവും. എന്നാലും വടക്കൻ കേരളത്തിലെ പുളിയിഞ്ചിയല്ല ഇവിടെ കൊടുക്കുന്നത്. ഓലം വടക്കൻ കേരളത്തിൽ ഒരു കണ്ണീര് പോലെ ഇരിക്കും, കുമ്പളഞ്ഞാണ്ട് മാത്രം. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ സ്റ്റൂ സ്റ്റൈലിലേക്കാണ് പോകുന്നത്. എല്ലാ ഐറ്റത്തിനും കൂട്ടുകറി വടക്ക് തേനും കായും കടല മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കൂട്ടുകറിക്ക് അത് വടയിട്ട കൂട്ടുകറി തിരുവനന്തപുരത്ത് വടയിട്ട കൂട്ടുകറി, അതോടൊപ്പം മറ്റേ നമ്മൾ ദോശയൊക്കെ കഴിക്കുമ്പോൾ രസവട, ഇതൊക്കെ മറ്റ് ജില്ലകളിലേക്ക് അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കുറേ കാര്യങ്ങളായി വരാറുണ്ട്. ഇവിടുത്തെ രീതി ഫുഡ് സ്പെഷ്യാലിറ്റീസ് അറിയാം, ആ രീതിക്ക് നമ്മൾ പോകണം. അപ്പോൾ മോനേണ്ണ ഞാനൊരു ഹാപ്പി ഓണം ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസ. ഓക്കെ, ഗംഭീരമാവട്ടെ. തുടങ്ങിയുള്ള എല്ലാ പ്രയാണങ്ങളും ഏറ്റവും അതിമനോഹരമായിട്ടുള്ള രീതിയിൽ ഗംഭീരമായി തന്നെ മുന്നോട്ട് പ്രാർത്ഥിക്കുക അത്രമാത്രം.
എല്ലാ കലോത്സവങ്ങളിലുമാണ് നമ്മൾ കാണുന്നത്. അതെ, പക്ഷേ അതെ, അതെ. തിരുവനന്തപുരത്ത് പഴയടം രുചി എന്ന് പറയുന്ന ഒരു പുതിയ റെസ്റ്റോറന്റ് വരുന്ന സമയത്ത് പിന്നെ മോരേണ്ടില്ലാതെ പിന്നെ അയ്യോ, നമുക്ക് ഈശ്വരാ. ഓണമില്ലല്ലോ എന്നുള്ളതാണ്. അതൊരു വലിയ അനുഗ്രഹമാണ്. നമ്മുടെ റിലേഷൻസ് ബന്ധങ്ങളെല്ലാം പരമാവധി അത് മാത്രമല്ല ഞാൻ സ്ഥിരം ഏതുവിനെ വിളിക്കാറുണ്ട്, കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, മോരേണ്ട കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള അല്ല, അത് ഞാൻ പറഞ്ഞത് നിങ്ങളെപ്പോലുള്ള ഒരുപാട് സുമനസ്സുകളുടെ പ്രാർത്ഥനകളാവാം നമുക്ക് ഇങ്ങനെയൊക്കെ പോകാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അതിന് വളരെ നന്ദി, വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. പത്മനാഭൻ്റെ വണ്ടിയിലാണ് നിൽക്കുന്നത്, പത്മനാഭൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ ഉണ്ടാവണം. അദ്ദേഹം തരും, നിങ്ങളും പ്രാർത്ഥിക്കണം. തീർച്ചയായും. സി മലയാളം ന്യൂസിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.